أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. സദഖല്ലാഹുൽ അലീം. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സച്ചരിതരായ ദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ഹലാൽ ഹറാമുകൾ പരമാവധി സൂക്ഷിച്ചും പാലിച്ചും കൊണ്ട് ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, മരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ദിനേന കേട്ടുകൊണ്ടിരിക്കുകയും കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രാപഞ്ചിക യാഥാർത്ഥ്യമാണ്. സമയത്തിൻ്റെ പ്രശ്നം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചിത സമയം ഈ ഭൂമിയിൽ അനുവദിച്ചിട്ടുണ്ട്. ആ സമയം ആവുമ്പോൾ എല്ലാവരും അല്ലാഹുവിലേക്ക് യാത്രയാവും. ചില ആളുകൾ കുറേ കാലം ജീവിക്കും, അസുഖങ്ങളായിട്ടും കുറേ കാലം ജീവിക്കും. എന്നാൽ വേറെ ചില ആളുകളുണ്ട്, അപ്രതീക്ഷിതമായിട്ട് അല്ലാഹുവിലേക്ക് യാത്രയാവും. ആളുകൾ പറയും, ഇന്നലെ എന്നോട് വർത്തമാനം പറഞ്ഞു, ഇന്നലെ രാത്രി ഫോണിൽ സംസാരിച്ചു എന്ന രീതിയിലുള്ള മരണങ്ങൾ, അപ്രതീക്ഷിതമായ മരണങ്ങളും വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് യാത്ര ചെയ്ത 200 ചില്ലാനം ആളുകൾ, ആർക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? എന്തെല്ലാം മോഹങ്ങളാണ് ഉണ്ടായിരുന്നത്, എന്തെല്ലാം ആഗ്രഹങ്ങളാണ് ഉണ്ടായിരുന്നത്, എന്തെല്ലാം പ്ലാനുകളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ വിമാനം തന്നെ കത്തി അമർന്ന് മനുഷ്യരെല്ലാം കരിക്കട്ടകളായി മാറുന്ന ദയനീയമായ അവസ്ഥയ്ക്ക് നാം എല്ലാവരും സാക്ഷിയായി കഴിഞ്ഞിരിക്കണം. ഇതാണ് അപ്രതീക്ഷിത മരണം. മരണമൊക്കെ പ്രതീക്ഷിതമാണ്, നമുക്ക് അള്ളാഹ് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നതാണ്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം മരണങ്ങളൊക്കെ അപ്രതീക്ഷിത മരണങ്ങളായിട്ടാണ് അനുഭവപ്പെടുക. അള്ളാഹു എൻ്റെ മരണം ദുബൈയിലാണ് തീരുമാനിച്ചത് എങ്കിൽ അള്ളാഹ് എന്നെ അങ്ങോട്ടേക്ക് ടിക്കറ്റ് എടുപ്പിക്കും, കൊണ്ടുപോകും, അവിടെ വെച്ച് മരിപ്പിക്കും. അങ്ങനെ എത്ര ആളുകളുണ്ട്. നാട്ടിൽ കുടുംബജീവിതവുമായി നയിച്ച് ലീവിന് വന്ന് നാട്ടിൽ നിന്ന് തിരിച്ചുപോയി പിറ്റേ ദിവസം അവിടെ വെച്ച് മരണപ്പെടുക. നാട്ടിൽ നിന്ന് പോയിട്ടേ ഉള്ളൂ, എന്നിട്ട് അവിടെ വെച്ച് പിറ്റേ ദിവസം മരണപ്പെടുക. എൻ്റെ നാട്ടിലൊരു നൗഷാദ് എന്ന് പറയുന്ന എൻ്റെ ഒരു അയൽവാസിയുണ്ട്. 35 വയസ്സായിട്ടുണ്ടായിരുന്നു. 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഉംറ ചെയ്ത് സൗദിയിലെ റൂമിലേക്ക് എത്തി. സുബഹി നമസ്കാരം പള്ളിയിൽ നിന്ന് നിർവഹിച്ച് സുജൂദിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിക്കുക. ഇങ്ങനെ പലതും നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. ഒരു പ്രശ്നവുമില്ല, പക്ഷെ അറ്റാക്ക്. എല്ലാ മനുഷ്യന്മാരും ഹൃദയം നിന്നുപോയിട്ടാണ് മരിക്കണത്. നമ്മളതിനിങ്ങനെ ഒരു ഓമനപ്പേരിട്ട് വിളിക്കുന്നത് മാത്രം, ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറയുന്നത് മാത്രമേ ഉള്ളൂ. എല്ലാവരും മരിക്കുന്നത് ഹാർട്ട് നിന്നിട്ടാണ് മരിക്കുന്നത്. അത് ചിലപ്പോൾ നേരത്തെ മരിക്കും, വൈകിട്ട് മരിക്കും. ചില ആളുകൾ ട്രെയിൻ ആക്സിഡന്റ്, ബസ് ആക്സിഡന്റ്, കാർ ആക്സിഡന്റ്, കുടുംബവുമായിട്ട് ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ
ഒന്നിച്ച് മരിക്കാം. തൃശ്ശൂർ ജില്ലയിലെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. നല്ല സമ്പന്നനായ ഇസ്ലാമിക പ്രസ്ഥാനത്തിനൊക്കെ ഉപകാരപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബാംഗ്ലൂരിലെ തുംകൂരിലേക്ക് കാറിൽ യാത്ര ചെയ്തത്. ആകെ 3 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഭാര്യയും 3 കുട്ടികളും മൂപ്പരും കൂടി യാത്ര ചെയ്യാം. തുംകൂരിൽ വെച്ച് കാർ ആക്സിഡന്റ് ആയി. 3 കുട്ടികളും മരിച്ചു. ഭാര്യയും ഭർത്താവും മാത്രം അവശേഷിച്ചു. ഭാര്യയാണെങ്കിൽ പ്രസവം നിർത്തുകയും ചെയ്തു. ഇദ്ദേഹത്തിനാണെങ്കിൽ 40, 42, 43 വയസ്സേ ഉള്ളൂ. പിന്നെ അദ്ദേഹം അവസാനം പാലക്കാട് ജില്ലയിലെ കരിമ്പ എന്ന് പറയുന്ന പ്രദേശത്തു നിന്ന് ഒരു 2ാം വിവാഹം കഴിച്ചു. അതിൽ 4-5 മക്കൾ. ഉയർന്ന് മേലാറ്റൂർ MBA കോളേജിൽ, എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ എഞ്ചിനീയറിംഗ് ബിരുദമൊക്കെ നേടി ഇപ്പോൾ അദ്ദേഹത്തിന്റെ ബിസിനസ് ആ മക്കളെ നടത്തിക്കൊണ്ടുപോകുന്നു. അദ്ദേഹം ഇപ്പം മരിച്ചു. തൊട്ട് ഒരു വർഷം മുമ്പ് മരിച്ചു. ഇങ്ങനെയൊക്കെ ആ അത്യാഹിതങ്ങൾ, അപ്രതീക്ഷിതമായ മരണങ്ങൾ ഞാനും നിങ്ങളും നിരന്തരമായി കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അപ്രതീക്ഷിത മരണങ്ങളെ സംബന്ധിച്ച്, പെട്ടെന്നുള്ള മരണങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, ഇന്ന മിന ഖത്തിറാബിസ് സാഅതി അൻ യദ്ഹറ മൗതുൽ ഫജ്അ. അന്ത്യനാൾ അടുത്തിരിക്കുന്നു എന്നതിന്റെ അടയാളമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരം പെട്ടെന്നുള്ള മരണങ്ങളെ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. നാം അത് നിരന്തരം കാണുകയും അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞു, മൗതുൽ ഫജ്അ അഖ്ദതു അസ്ഫ്. പെട്ടെന്നുള്ള മരണം എന്ന് പറയുന്നത് അത് അങ്ങേയറ്റത്തെ പ്രയാസം ഉണ്ടാക്കുന്ന സംഗതിയാണ്. പക്ഷെ ആർക്കാണ് ആ പ്രയാസം ഉണ്ടാക്കുക? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അന്ന മൗതൽ ഫജ്അ അസഫുൻ അലൽ മുനാഫിഖി റാഹത്തുൽ ലിൽ മുഅ്മിനി. ഇത്തരം പെട്ടെന്നുള്ള മരണങ്ങൾ അത് ഏറ്റവും കൂടുതൽ ഷോക്ക് ആർക്കാണ്? അള്ളാഹനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്കാണ്, മുനാഫിക്കുകളായ ആളുകൾക്കാണ്, അവസരവാദികളായ ആളുകൾക്കാണ്, തോന്നിയതുപോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണ് പെട്ടെന്നുള്ള മരണം ഏറ്റവും കൂടുതൽ പ്രയാസമായി മാറുക. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പഠിപ്പിച്ചു, റാഹത്തുൽ ലിൽ മുഅ്മിൻ. ഇത്തരം പെട്ടെന്നുള്ള മരണങ്ങൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊരു റാഹത്താണ് എന്നാണ്. അത് അവനൊരു വിശ്രമമാണ്, അവനൊരു സമാധാനമാണ്, അവന് യാതൊരു ബേജാറുമില്ല. കാരണം അവൻ മുഅ്മിനാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാനും നിങ്ങളുമൊക്കെ ഇത്തരം മരണങ്ങൾ നിരന്തരമായി കാണുകയും കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഒരു സന്ദർഭത്തിൽ മരണപ്പെടേണ്ടതുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ നമ്മൊക്കെ ആളുകൾ ഖബറിലേക്ക്, മയ്യത്തിങ്കരങ്ങിലേക്ക് ഏറ്റുകൊണ്ടുപോകും. വല്ലാത്തൊരു രംഗമാണത്. ആ രംഗമൊക്കെ നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ്. ഖബറിൽ എത്തിക്കഴിഞ്ഞാൽ ഖബറിലെ ആദ്യത്തെ ജീവിതം നമ്മുടെയൊക്കെ മനസ്സിനെ ചിന്തിപ്പിക്കുകയും അലക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. ഖബറിൽ എത്തിക്കഴിഞ്ഞാൽ മണ്ണിട്ട് മൂടി നാട്ടിലേക്ക് അവരവന്റെ ആ കുടുംബക്കാരൊക്കെ വീട്ടിലേക്ക് തിരിച്ചു വരും. പള്ളി കമ്മിറ്റിക്കാരും മഹല്ല് കമ്മിറ്റിന്റെ ആളുകൾക്കും ഖബറിന്റെ ശ്മശാനങ്ങളൊക്കെയുള്ള പള്ളിയുടെ ആളുകളൊക്കെ നമ്മുടെ ഖബറിന്റെ പുറത്തും ഖബറിന്റെ പരിസരത്തൊക്കെ അവർ നമുക്ക് ലൈറ്റിട്ട് തരും. രാത്രി പോകുമ്പോൾ വെളിച്ചം നോക്കിയാൽ അതെന്റെ വാപ്പാന്റെ ഖബറാണ് കിടക്കുന്നത്, അതെന്റെ ഉമ്മാന്റെ ഖബറാണ്, അതെന്റെ വല്യാപ്പാന്റെ ഖബറാണ്. കമ്മിറ്റിക്കാർ ഇട്ടു തന്ന വെളിച്ചത്തിൽ നോക്കിക്കൊണ്ട് നമുക്ക് പറയാൻ പറ്റും, ഇത് എന്റെ ഇന്ന ആളുകളുടെ ഖബറാണ്. പക്ഷേ പ്രിയമുള്ള സഹോദരങ്ങളെ, ഖബറിന്റെ ഉള്ളിൽ വെളിച്ചം വേണ്ടേ? ഖബറിന്റെ ഉള്ളിലേക്ക് വെളിച്ചം വേണ്ടേ? ആ വെളിച്ചം ആർക്കാണ് നൽകാൻ കഴിയുക? അത് ഞാനും നിങ്ങളും തെരഞ്ഞെടുത്ത കമ്മിറ്റി പ്രസിഡന്റിനോ സെക്രട്ടറിക്കോ കമ്മിറ്റി മെമ്പർമാർക്കോ നമുക്ക് നൽകാൻ കഴിയുകയില്ല. പിന്നെ ആർക്കാ നൽകാൻ കഴിയുക? അത് അവനവൻ തന്നെ വിചാരിക്കണം. ഖബറിന്റെ ഉള്ളിലേക്ക് അള്ളാഹുവിന്റെ വെളിച്ചം നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ഓരോരുത്തരും വിചാരിച്ചേ പറ്റൂ. അതുകൊണ്ട് അവനവൻ ബോധപൂർവം ചില പ്ലാനുകൾ അതിനുവേണ്ടി ചെയ്തുകൊണ്ടിരിക്കണം. മരണാനന്തര ജീവിതം അതാണ് യാഥാർത്ഥ്യം, അതാണ് യഥാർത്ഥ ജീവിതം. ബർസഖിയായ ജീവിതം അതാണ് യഥാർത്ഥ ജീവിതം. ഈ 2 സംഗതികളെ കുറിച്ച് ഓർത്തുകൊണ്ട് നാം എപ്പോഴും ചില ബോധപൂർവമായ ചില പ്ലാനുകൾ നടത്തേണ്ടതുണ്ട്.
മരിച്ചു കഴിഞ്ഞാലും എന്റെ ഖബറിലേക്ക് വെളിച്ചം കിട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില സംഗതികൾ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് സാധ്യമാവുന്ന ആളുകളൊക്കെ ഫോളോ ചെയ്താൽ ഖബറിന്റെ പുറത്ത് മാത്രമല്ല ഖബറിന്റെ ഉള്ളിലും നമുക്ക് വെളിച്ചം ലഭിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമ്മെ പഠിപ്പിച്ചിരുന്നുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ സബ്ഉൻ യജ്രി ലിൽ അബ്ദി അജ്റുഹുന്ന വഹുവ മയ്യിത്തുൻ ഫീ ഖബരിഹി. 7 കാര്യങ്ങളുണ്ട്, അത് അടിമയ്ക്ക് പ്രതിഫലം ലഭിക്കുന്ന ജാരിയായ സദഖയാണ്. അത്തരം ഉള്ള 7 കാര്യങ്ങളാണ്. വഹുവ മയ്യിത്തുൻ ഫീ ഖബരിഹി, ഖബറിൽ മയ്യിത്തായി കിടക്കുന്ന സന്ദർഭത്തിൽ അവന് ലഭിക്കുന്ന 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജാരിയായ സദഖയായിട്ട് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഖബറിലേക്ക് പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും. ഖബറിലേക്ക് നൂറ് വെളിച്ചം പ്രവേശിച്ചുകൊണ്ടേയിരിക്കും. ഏതാണ് ആ 7 കാര്യങ്ങൾ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞു. 1, മൻ അല്ലമ ഇൽമൻ, ജനങ്ങൾക്ക് ഇൽമ് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ. ജനങ്ങൾക്ക് ഇൽമ് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ. വനശറഹു, ആ ഇൽമ് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ. ഔ അജ്റ നഹ്റൻ, ജലസേചന പദ്ധതികൾ ഉണ്ടാക്കുന്ന ആളുകൾ. ഔ ഹഫറ ബിഅറൻ, കിണർ കുഴിച്ചു കൊടുക്കുന്ന ആളുകൾ. ഔ ഗറസ നഖ്ലൻ, നല്ല ഉപകാരപ്രദമായ മരങ്ങൾ നട്ട് വളർത്തുന്ന ആളുകൾ. ഔ ബന മസ്ജിദൻ, അള്ളാഹുവിന് വേണ്ടി ഭവനം നിർമ്മിച്ചു കൊടുക്കുന്ന ആളുകൾ. ഔ വറസ മുസ്ഹഫൻ, പരിശുദ്ധ ഖുർആനിന്റെ കോപ്പികളും അതിന്റെ തർജമയുടെ അടങ്ങുന്ന കോപ്പികളൊക്കെ ജനങ്ങൾക്ക് അനന്തരാവകാശമായി നൽകുന്നവർ. ഔ തറക വലദൻ യസ്തഗ്ഫിറു ലഹു ബഅദ മൗതിഹി, തന്റെ മരണത്തിന് ശേഷം തനിക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്ന മക്കളെ വിട്ടേച്ചു പോയവൻ. ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 7 കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ട്. അതിൽ ഓരോന്നോരോന്ന് കുറച്ച് വിശദീകരണത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ഉദ്ദേശിക്കാൻ. അതിലൊന്നാണ് ഇൽമൻ അല്ലമഹു വനശറഹു, ഒരാൾക്ക് വിജ്ഞാനം പഠിപ്പിച്ചു കൊടുക്കുകയും വിജ്ഞാനം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ. നമ്മുടെയൊക്കെ നാട്ടിൽ മദ്രസ ഉസ്താദുമാരുണ്ട്. എനിക്കിപ്പോ ഇവിടത്തെ മദ്രസ അധ്യാപകർ എനിക്ക് ഓർമ്മ വരില്ല. എന്റെ നാട്ടിൽ പുലാപ്പറ്റ എന്ന് പറയുന്ന പ്രദേശത്ത് 2 ഉസ്താദുമാരുണ്ട്. തലമുറകളുടെ ഉസ്താദായിരുന്നു. ഒന്ന് EP അബ്ദുള്ള സാഹിബ്, 2 മുഹമ്മദ് ഉസ്താദ്. ഈ 2 പേരും അള്ളാഹുവിലേക്ക് യാത്രയായിട്ടുണ്ട്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കാരണം അവർ തലമുറകളുടെ ഉസ്താദാണ്. അവർ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ ഡോക്ടർമാരായിട്ടുണ്ട്, എഞ്ചിനീയർമാരായിട്ടുണ്ട്, സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ആളുകളായി മാറിയിട്ടുണ്ട്. അവർ ഇൽമ് ജനങ്ങളെ പഠിപ്പിച്ചു. ധാർമ്മികമായ വിജ്ഞാനങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചു. ഓരോ സ്ഥാപനങ്ങളിലെയും അധ്യാപകരുണ്ട്. അപ്പൊ ഞാൻ പഠിച്ചത് ആലുവ അസ്ഹറുൽ ഉലൂമിലാണ്. എന്നെ പഠിപ്പിച്ച ഒരുപാട് ഉസ്താദുമാരുണ്ട്. പല ആളുകളും അല്ലാഹുവിലേക്ക് യാത്രയായിട്ടുണ്ട്. പല ആളുകളും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇവർക്കൊക്കെ ലഭിക്കുന്ന പ്രതിഫലങ്ങൾ എത്രയാണ്! റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു സ്വദഖതി അൻ യതഅല്ലമൽ മർഉൽ മുസ്ലിമു ഇൽമൻ സുമ്മ യുഅല്ലിമുഹു ലിഅഖീഹിൽ മുസ്ലിം. ഏറ്റവും പ്രധാനപ്പെട്ട ശ്രേഷ്ഠമായ സ്വദഖ ഏതാണ്? അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അത് ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ ദീനിയായ കുറെ കാര്യങ്ങൾ പഠിക്കുക, ഇൽമു പഠിക്കുക. അത് ഈ ദീനിയായ ഇൽമാവട്ടെ, ഭൗതികമായ ഇൽമാവട്ടെ, വിജ്ഞാനമാവട്ടെ, അത് പഠിക്കുകയും സുമ്മ യുഅല്ലിമുഹു ലിഅഖീഹിൽ മുസ്ലിം, തന്റെ കൂട്ടുകാരായ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഇത്ര വലിയ പ്രാധാന്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ജനങ്ങൾക്ക് വിദ്യ അഭ്യസിക്കുന്നതിനെ സംബന്ധിച്ച് പഠിപ്പിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യമാണത്. ഇപ്പൊ വിദ്യാഭ്യാസത്തിന്റെ കാലഘട്ടമാണ്. വിദ്യാലയങ്ങളൊക്കെ തുറന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്.
ഓരോരുത്തരും അവനവന്റെ മക്കളെ നല്ല രീതിയിൽ കൊണ്ടുവരുവാൻ വേണ്ടി വ്യത്യസ്തമായ കലാലയങ്ങളിലൊക്കെ ചേർത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നെൽസൺ മണ്ടേല ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, എഡ്യൂക്കേഷൻ ഈസ് ദി മോസ്റ്റ് പവർഫുൾ വെപ്പൺ വിച്ച് യു ക്യാൻ യൂസ് ടു ചേഞ്ച് ദി വേൾഡ്. ലോകത്തെ മാറ്റാൻ കഴിയുന്ന ഏറ്റവും പവർഫുള്ളായ വെപ്പൺ, ആയുധമാണ് വിജ്ഞാനം എന്ന് നെൽസൺ മണ്ടേല ഒരു സന്ദർഭത്തിൽ പറഞ്ഞു. ഇസ്ലാമും അതന്നെയാണ് പഠിപ്പിക്കുന്നത്. ഒരാളുടെ ഇൽമാണോ ഒരാളുടെ മാലാണോ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുക എന്ന ചോദ്യത്തിന്റെ മറുപടി ഇസ്ലാമികമായ വീക്ഷണത്തിൽ ഒരാളുടെ ഇൽമാണ്. ഇൽമു കൊണ്ടാണ് ജനങ്ങളെ നന്നാക്കിയെടുക്കാൻ കഴിയുക. പണം മാത്രം ഉണ്ടായാൽ പോരാ, ഇൽമും പണവും കൂടി ഉണ്ടെങ്കിൽ ഗംഭീരമായി ഒരു വ്യക്തിക്ക് നല്ല ഇൽമുമുണ്ട്, നല്ല പണവുമുണ്ട് എങ്കിൽ ആ വ്യക്തിക്ക് നാട്ടിൽ പലതും ചെയ്യാനും കൽപ്പിക്കാനും ഓർഡർ ചെയ്യുവാനും സമൂഹത്തെ പരിവർത്തിപ്പിക്കുവാനും കഴിയും. വിജ്ഞാനം മാത്രമുള്ളൂ എങ്കിലും കഴിയും. ആളുകൾ ആദരിക്കും, ബഹുമാനിക്കും ഒക്കെ ചെയ്യും. ഞാൻ സൂചിപ്പിച്ചത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കലും ആധാറിൽപ്പെട്ടതാണ്. നാളെ ഖബറിൽ നമുക്ക് പ്രത്യേകമായ പ്രതിഫലം ലഭിക്കും. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ഇപ്പൊ ശാന്തപുരം ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇവിടുത്തെ ഒരുപാട് ആളുകൾ പഠിച്ചു വന്നിട്ടുണ്ട്. മുഹമ്മദ് അലി സാഹിബിനെ പോലെയുള്ള പ്രഗത്ഭരായ ആളുകളൊക്കെ ശാന്തപുരത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഈ ശാന്തപുരം ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അതിന്റെ തുടക്കക്കാരനുണ്ട്, ഇസുദ്ദീൻ മൗലവിയാണ് അതിന്റെ തുടക്കക്കാരൻ. അദ്ദേഹത്തിന്റെ ചിന്തയിൽ നിന്നാണ് ആ സ്ഥാപനം ഉയർന്നു വരുന്നത്. 1940-കളിൽ ആ സ്ഥാപനം ഉണ്ടായി. അതിനുശേഷം എത്ര വിദ്യാർത്ഥികൾ ഇറങ്ങി അവർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇസ്ലാമിന് സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ പ്രതിഫലം ആർക്ക് ലഭിക്കും? ഇസുദ്ദീൻ മൗലവിക്ക് ലഭിക്കും. മർഹൂം, അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മമ്മുണ്ണി മൗലവിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് ഓടിത്തളർന്ന മനുഷ്യനാണ് അദ്ദേഹം. എത്ര സ്ഥാപനങ്ങളുടെ പദവിയാണ് അദ്ദേഹം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര സ്ഥാപനങ്ങളാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ ഓരോ ഭാഗങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. എത്ര സ്ഥാപനങ്ങൾ. അദ്ദേഹം ചെയ്ത സേവനങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ വിശ്രമിക്കുകയാണ്. യാത്ര ചെയ്യാനൊന്നും ഇപ്പോൾ കഴിയാത്ത അവസ്ഥയായി. അള്ളാഹു അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. പാലത്തൂർ പള്ളി, ഈ പള്ളി എടുത്ത് പരിശോധിച്ച് നോക്കുക. ഈ പള്ളിയുടെ തുടക്കക്കാരുണ്ട്. ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെയുള്ള പ്രായമുള്ള ആളുകൾ അവരുടെ ചിന്തയിൽ നിന്നാണ്. മരിച്ചുപോയ ആളുകളുമുണ്ട്, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളുമുണ്ട്. ഇവരുടെയൊക്കെ ചിന്തയിൽ നിന്നാണ് ആദ്യ കാലഘട്ടത്തിൽ ആലത്തൂരിൽ ഇങ്ങനെ ഒരു പള്ളി ഉണ്ടായത്. ഈ പള്ളി മുഖേന എത്ര ആളുകൾ ഇസ്ലാമിന്റെ ശരിയായ പാതയിലേക്ക് വന്നു. എത്ര ആളുകൾ ഖുറാഫാത്തിൽ നിന്ന്, ബിദ്അത്തിൽ നിന്ന്, അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന് മാറി നല്ല കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് കാരണം? ഈ മിമ്പറാണ് അതിന് കാരണം. ആരാണ് ഈ മിമ്പർ ഇവിടെ സംവിധാനിച്ചത്? ഈ പ്രദേശത്തെ കുറച്ച് പ്രായം പഴയ കാലഘട്ടത്തിലുള്ള തുടക്കക്കാരായ ആളുകളാണ്. അതിന്റെ റിസൾട്ടാണ് ഇപ്പൊ ഞാൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആളുകൾക്ക് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ മരിച്ചുപോയ ആളുകളുടെ ഖബറിടം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ഞാൻ സൂചിപ്പിക്കുന്നത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഏത് പ്രവർത്തനവും അത് നമുക്ക് പിന്നീട് ബർസഖിയായ ഖബർ ജീവിതത്തിൽ നമുക്ക് ജാരിയായ സദഖയായി ലഭിക്കുന്ന കർമ്മമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ലേ, ജലാലുദ്ദീൻ മൂപ്പൻ പുറത്തൂർ നല്ല മത്സ്യ വ്യാപാരിയായിരുന്നു ജലാലുദ്ദീൻ മൂപ്പൻ. തുഞ്ചത്തെഴുത്തച്ഛൻ നാം കേട്ടിട്ടുണ്ട്. ആരാ തുഞ്ചത്തെഴുത്തച്ഛൻ? മലയാള ഭാഷയുടെ പിതാവാണ്. ഞാനും നിങ്ങളുമൊക്കെ മലയാളത്തിൽ എഴുതുന്നു, വായിക്കുന്നു, പ്രസംഗിക്കുന്നു, പബ്ലിഷിംഗ് ഹൗസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആരാണ് ഈ മലയാള ഭാഷയുടെ ഉപജ്ഞാതാവ്? തുഞ്ചത്തെഴുത്തച്ഛൻ അദ്ദേഹത്തിന്റെ ആ പഴയ കാലഘട്ടത്തിൽ അദ്ദേഹം താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന് ആ നാട്ടുകാരായ ബ്രാഹ്മണന്മാർ വിദ്യാഭ്യാസം നിഷേധിച്ചു. അങ്ങനെ വിദ്യാഭ്യാസം നിഷേധിച്ച് പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് തമിഴ്നാട് തഞ്ചാവൂർ ഭാഗത്തേക്ക് പഠിക്കുവാൻ വേണ്ടി പോകണം. കയ്യിൽ ക്യാഷ് ഇല്ല. പ്രയാസപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന ജലാലുദ്ദീൻ മൂപ്പൻ എന്ന് പറയുന്ന മുസ്ലിം ബിസിനസ്സുകാരൻ, അള്ളാഹുവിനെ പേടിയുള്ള ആൾ, അദ്ദേഹം ഈ തുഞ്ചത്തെഴുത്തച്ഛന്റെ വീട്ടിന്റെ മുന്നിൽ വന്ന് വണ്ടി നിർത്തിയിട്ട്
എന്നെ അള്ള പറഞ്ഞയച്ചതാണ്. ഇങ്ങനെ ഒരാൾ വിഷമിച്ചിരിക്കുന്നുണ്ട്, വിദ്യാഭ്യാസത്തിന് വകയില്ലാതെ പ്രയാസപ്പെട്ടിരിക്കുന്നുണ്ട്, എന്നെ അള്ള സ്വപ്നത്തിൽ പറഞ്ഞയച്ചതാണ് എന്ന് പറഞ്ഞിട്ട് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ വീട്ടിൽ വന്നപ്പോൾ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അച്ഛൻ മരിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനുണ്ട്, രാമൻ. ഭയങ്കര സന്തോഷം. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം ഈ ബിസിനസ്സുകാരൻ ജലാലുദ്ദീൻ മൂപ്പൻ തഞ്ചാവൂരിലേക്ക് പഴയ കാലഘട്ടങ്ങളിൽ വലിയ മഞ്ചത്തിലാണ് പോവുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇവൻ ഈ എഴുത്തച്ഛൻ അവൻ ഇനി ഈ മഞ്ചത്തിൽ തഞ്ചാവൂരിലേക്ക് പോവട്ടെ. അവിടെ പോയിട്ട് 6 വർഷം പഠിച്ചു. എന്നിട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് മലയാള ഭാഷയെ വികസിപ്പിച്ചു. ആ മലയാള ഭാഷയിൽ അപ്പം നാം കേട്ടുകൊണ്ടിരിക്കുന്നത്, സ്വത്വ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിലാണ് നാം പത്രങ്ങൾ വായിക്കുന്നത്, അതിലാണ് നാം ചാനലുകളിൽ ചർച്ചകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജലാലുദ്ദീൻ മൂപ്പൻ ആർക്കാണ് വിദ്യാഭ്യാസത്തിന് ഓഫർ ചെയ്ത് സാമ്പത്തിക സഹായം നൽകിയത്? ഹൈന്ദവ സുഹൃത്തിനാണ്. ആ ജലാലുദ്ദീൻ മൂപ്പന് ഇന്ന് അദ്ദേഹത്തിന്റെ ബർസഖിയായ ജീവിതത്തിൽ എത്ര 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 പ്രതിഫലമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മലയാള ഭാഷ കാരണമായിട്ട്. ഇതാണ് ഇസ്ലാമിക കാഴ്ചപ്പാട്. അപ്പൊ സദഖ ജാരിയ അത് മുസ്ലിം സമുദായത്തിൽ മാത്രം ഒതുങ്ങേണ്ട സംഗതിയല്ല. ഹൈന്ദവരായ പാവപ്പെട്ട ക്രൈസ്തവരായ പാവപ്പെട്ട ആളുകൾക്കൊക്കെയും അവരുടെ വിദ്യാഭ്യാസത്തിന് പ്രയാസമുള്ള ആളുകളെ കണ്ടെത്തി അവരെ വളർത്തിക്കൊണ്ട് വന്നാൽ അതുപോലും നാളെ പരലോകത്ത് ബർസഖിയായ ജീവിതത്തിൽ നമുക്ക് ജാരിയായ സദഖയായി മാറും എന്ന് ഈ സംഭവം നമുക്ക് പഠിപ്പിച്ചു തരണം. മണപ്പാട്ട് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന പ്രഗത്ഭനായ വ്യക്തിത്വമുണ്ട്. അദ്ദേഹത്തിന്റെ ഭൂമി ഒരുപാട് ഏക്കർ കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി നൽകിയ ആളാണ്. അദ്ദേഹത്തിന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന മുണ്ടാർ എസ്റ്റേറ്റിൽ നിന്നാണ് NSS ആസ്ഥാനത്തിനും SNDPക്കും 25 ഏക്കർ അദ്ദേഹം സംഭാവനയായിട്ട് കൊടുത്തത്, തന്റെ ഭൂമി കൊടുത്തത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എറിയാട് വില്ലേജ് ഓഫീസ്, അതേപോലെ തന്നെ എറിയാട് കേരളവർമ്മ സ്കൂൾ, കൊടുങ്ങല്ലൂർ MES ബ്ലോക്ക്, ചേരമാൻ മാലിക് മൻസിൽ, ഓർഫനേജ് തുടങ്ങിയ കൊടുങ്ങല്ലൂർ മേഖലയിലെ ഒരുവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം ഭൂമിയും ക്യാഷും ഒക്കെ കൊടുത്ത ആളാണ് മണപ്പാട്ട് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്നത്. ഫറൂഖ് കോളേജിന് 1948 112 ഏക്കർ ഭൂമി അദ്ദേഹം നൽകിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വിദ്യാഭ്യാസം മതജാതി ഭേദങ്ങൾക്ക് അതീതമായി സാർവത്രികമാകണം എന്ന ഉദാത്ത വീക്ഷണത്തിന്റെ ഫലമാണ് ഈ ഭൂദാനം, ഭൂമിദാനം എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോ അതിന്റെ റിസൾട്ട് ഉണ്ടാകും. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വിദ്യാഭ്യാസം ഓപ്പണായ സ്കൂളുകൾ കോളേജുകൾ ഓപ്പണായ കാലഘട്ടം. ശാന്തപുരത്ത് പഠിക്കുന്ന പല വിദ്യാർത്ഥികൾ ന്യൂ അഡ്മിഷൻ എടുത്തു. അതിൽ 2-3 കുട്ടികളുണ്ട്. ആ 2-3 കുട്ടികളുടെ ഫീസ്, അവിടെ ഒരു വർഷത്തെ ഫീസ് 60,000 രൂപയാണ്. ഈ പിതാവിന് ഫീസ് അടക്കാൻ സാമ്പത്തികമായി പ്രയാസമുണ്ട്, കോളേജും സാമ്പത്തികമായ പ്രയാസമാണ്. FC അക്കൗണ്ട് എല്ലാം പൂട്ടിയിരിക്കാണ്. മോഡി ഗവൺമെന്റ് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ വിദേശ സഹായങ്ങളും അതിന്റെ ഫലമായി നിശ്ചലമായിരിക്കാം. ഇസ്ലാമിക കോളേജുകളൊക്കെ സാമ്പത്തികമായി ടൈറ്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഈ സന്ദർഭത്തിലാണ് ശാന്തപുരത്ത് പലപ്പോഴും പാവങ്ങളായ കുട്ടികളും വരും, ഫീസ് കൊടുക്കാൻ കഴിയില്ല. അപ്പൊ ഒരു 60,000 രൂപയുടെ ഒരു ഭാഗം നിങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞു, കുട്ടിയോട് പറഞ്ഞു. ഒരു ഭാഗം സ്ഥാപനവും എടുക്കാമെന്ന് പറഞ്ഞു. ഒരു ഭാഗം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് 3 ആളുകൾ വിളിച്ചിരിക്കുക. വല്ല വഴിയുമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരുപാട് കേസ് ആലുവ അസ്ഹറുൽ ഉലൂമിൽ ഈ പ്രശ്നം അനുഭവിക്കുന്ന കുട്ടികളുണ്ട്. അതും പാലക്കാട് ജില്ലക്കാരായ കുട്ടികളുണ്ട്, നമ്മുടെ സമീപ പ്രദേശങ്ങളിലെ കുട്ടികളാണ്. ഞാൻ പറയുന്നത്, ഇത്തരത്തിലുള്ള കുട്ടികളെ കണ്ടെത്തി ഒരാൾ ആ വിദ്യാർത്ഥിയെ 6 വർഷവും 7 വർഷവും ഒക്കെ വളർത്തിക്കൊണ്ടുവന്നാൽ ആ വിദ്യാർത്ഥി മുഖേന എന്തെല്ലാം നന്മകൾ ഉണ്ടാകുമോ ഈ നാട്ടിൽ, അതിന്റെ ഒക്കെ റിസൾട്ട് ഈ വിദ്യാർത്ഥിയെ പഠിപ്പിച്ച ആളുകൾക്ക് ലഭിക്കുമെന്നാണ്. ഇത് നമ്മളൊക്കെ മനസ്സിലുണ്ടാവേണ്ടതുണ്ട്. പല ആളുകളും പുറമേക്ക് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നടക്കും, സ്ഥിരൊക്കെ ഇട്ട് നടക്കും. പക്ഷേ 2 അറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. ആളുകൾ ചോദിക്കാൻ അവർക്ക് മടിയുണ്ട്. എന്ന് പറഞ്ഞ ചില പാവങ്ങളായ ആളുകൾ അങ്ങനെയുണ്ട്, ചോദിക്കാൻ മടിയുള്ള ആളുകൾ. പക്ഷേ ജീവിതം പ്രയാസപ്പെടായിരിക്കും.
അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലും പരിസരത്തൊക്കെ ആളുകളുണ്ട്. അവരൊക്കെ കണ്ടെത്തി ഈ വിദ്യാഭ്യാസ കാലഘട്ടം, പുതിയ അധ്യയന വർഷം തുടങ്ങിയ ഈ കാലഘട്ടത്തിൽ വളർത്തിക്കൊണ്ടുവരുവാൻ ഈ മഹലിന്റെയും ഈ പരിസരത്ത് ഈ മഹലിലുള്ള സാമ്പത്തിക ശേഷിയുള്ള ആളുകളൊക്കെ നന്നായിട്ട് ആ വിഷയത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കണം. തെലങ്കാനയിലെ ഏവിയേഷൻ അക്കാദമിയിലെ പ്രഥമ വനിതാ ഓഫീസർ അലിഫിയ ഹുസൈൻ ആ സ്ഥാപനത്തിലെ ഒരു പ്രിൻസിപ്പളാണ്. ആ സ്ഥാപനത്തിൽ ഒരു വിദ്യാർത്ഥി പൈലറ്റ് ആവാൻ വേണ്ടി മോഹവുമായിട്ട് വന്നു. ആ സ്ഥാപനത്തിൽ വന്നു. പൈലറ്റ് ആവാനാണ് മോഹം. ഒരു വിമാനത്തിന്റെ ടിക്കറ്റ് എടുക്കുവാൻ പോലും ആ കുട്ടിക്ക് ക്യാഷ് ഇല്ല. പക്ഷെ കുട്ടിയുടെ ആഗ്രഹം. പക്ഷെ ആ സ്ഥാപനത്തിലെ പ്രിൻസിപ്പൽ അലിഫിയ ഹുസൈൻ ആ കുട്ടിയുടെ പഠനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഇന്ന് ആ കുട്ടി പഠിച്ച് വളർന്ന് തെലങ്കാന ഏവിയേഷൻ അക്കാദമിയിലെ പ്രഥമ മുസ്ലിം വനിതാ ഓഫീസറായി മാറിയിരിക്കുന്നു. മുസ്ലിം അല്ല, പ്രഥമ വനിതാ ഓഫീസറായി മാറി. ആരാ പഠിപ്പിച്ചത്? ആ സ്ഥാപനത്തിലെ പ്രിൻസിപ്പളാണ് ക്യാഷ് ഏറ്റെടുത്തത്. നമ്മുടെ നാട്ടിൽ എന്താ അവസ്ഥ? ഒരു കുട്ടി +1 +2 നല്ല മാർക്ക്, ഫുൾ A+, 98%, 99% മാർക്ക് വാങ്ങിയിട്ടുണ്ട്. കുട്ടിക്ക് MBBS പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ സാമ്പത്തിക ശേഷിയില്ല. അപ്പൊ നാട്ടിലെ ആൾക്കാരൊക്കെ പൈസ ഉള്ളവരൊക്കെ പറയും, പൈസ ഇല്ലെങ്കിൽ എന്തിനാ പഠിക്കാൻ പോണത്? വല്ല ഇസ്ലാമിക കോളേജിൽ പോയി പഠിച്ചാൽ പോരെ, അവിടെ തന്നെ പോയാലേ നടക്കുള്ളൂ. ഈ ജാതി വർത്തമാനങ്ങൾ പറയുന്ന ആളുകളുണ്ട്. വളരെ അക്രമമാണ് സംസാരം. നമ്മുടെ കൂട്ടത്തിൽ ആ മേഖലയിൽ ഉയർന്ന ആളുകൾ ഉയർന്നു വരണം. എല്ലാവരും മതപണ്ഡിതന്മാരല്ല വേണ്ടത്. മതപണ്ഡിതന്മാർ വേണം, ഇസ്ലാമിക വിദ്യാഭ്യാസമുള്ള ആളുകൾ വേണം, എഞ്ചിനീയറിംഗ് മേഖലയിലെ ആളുകൾ വേണം, MBBS മേഖലയിലെ ആളുകൾ വേണം. പക്ഷേ കഴിവില്ലാത്ത, സാമ്പത്തിക ശേഷിയില്ലാത്ത കുട്ടിയുടെ മാർക്ക് നല്ലോണമുണ്ട്. ആ കുട്ടിക്ക് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തെ തല്ലിക്കെടുത്തുന്ന സംസാരം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ല. എല്ലാവരും അത്തരം കുട്ടികളെ കണ്ടെത്തി അവരെ പഠിപ്പിക്കണം. അവർ ഇസ്ലാമിനും ഇസ്ലാമിക സംവിധാനങ്ങൾക്കും ഉപകാരപ്പെടുന്ന മക്കളായി ഭാവിയിൽ മാറും എന്ന ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് അവരൊക്കെ നാം വളർത്തിക്കൊണ്ടുവരേണ്ടത്. ഇവിടെ ഇത്തരം ഇങ്ങനെയുള്ള സംഗതികളൊക്കെ തെരഞ്ഞെടുത്തുകൊണ്ട് ആ മേഖലയിലൊക്കെ നാം വേണ്ടതുപോലെ സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്താൽ അത് ആസാറായി മാറും. ഓരോരുത്തരും ചിന്തിക്കും. സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ, നല്ല ശേഷിയുള്ള ആളുകൾ അവനവന്റെ മക്കളെ മാത്രം നന്നായി പഠിപ്പിച്ചാൽ പോരാ, തന്റെ മഹലിലെ കുട്ടികളെയും ആ രീതിയിൽ പഠിപ്പിക്കുവാനുള്ള മനസ്സ് കാണിക്കണം. അതിന് സാമ്പത്തികമായ ചിലവഴിക്കുന്ന സ്വഭാവം നന്നായി ഉണ്ടാകണം. അങ്ങനെ പഠിച്ചു വളർന്നാൽ ഈ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു പക്ഷേ സ്വന്തം മക്കൾ ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ മറക്കും. സ്വന്തം മക്കൾ പ്രാർത്ഥിക്കാൻ മറക്കും. തമുറു അഖാരിബി ജംബാതി ഖബരി കഅന്ന അഖാരിബി ലാ യഅരിഫൂനി. ചില ആളുകളുണ്ട്, കുടുംബക്കാർ, കാറിലും ബൈക്കിലും ഒക്കെ ഇങ്ങനെ പള്ളിക്കാട്ടുകൂടെ പരിസരത്ത് റോട്ടിൽ കൂടെ ഇങ്ങനെ ചീറിപ്പായുന്നുണ്ടാവും. വാപ്പിപ്പി കബറിൽ കിടക്കുന്നുണ്ട്. ഒന്ന് പോയിട്ട് സിയാറത്ത് നടത്താൻ പോലും മനസ്സില്ലാത്ത മക്കൾ പെരുകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഒരു പക്ഷേ നമ്മുടെ നാട്ടിലെ ആളുകളെ നാം സെലക്ട് ചെയ്തുകൊണ്ട് അവരെ പഠിപ്പിച്ച് ഉയർത്തിക്കൊണ്ട് വന്നാൽ ഒരു പക്ഷെ നാളെ അവർ നമ്മുടെ ബർസഖിയായ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. മക്കളും പ്രാർത്ഥിക്കണം ഇൻഷാ അല്ലാഹ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബാക്കിയുള്ള വിശദീകരണങ്ങൾ, ആസാറുകൾ, ബർസഖിയായ ജീവിതത്തിലേക്ക് വെളിച്ചം നമുക്ക് ലഭിക്കുവാനുള്ള ചില ആസാറുകൾ, അതിനെ സംബന്ധിച്ച് അടുത്ത ഖുത്ബയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകുവാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ഈ മസ്ജിദിലെ, ഈ പ്രദേശത്തെ ആദ്യകാല മുഅദ്ദിനൊക്കെ ആയ ഇബ്രാഹിം സാഹിബിന്റെ മകൻ സുലൈമാൻ സാഹിബ്
നമ്മുടെ പള്ളിയിൽ നോമ്പ് തുറക്കിയ ഭക്ഷണമൊക്കെ പാചകം ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ശ്വാസതടസ്സത്തെ തുടർന്ന് സിസിയ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരൻ്റെ അസുഖം എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരുവാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ തന്നെ നമ്മുടെ AP അബ്ദുൽ നാസർ സാഹിബ്, അദ്ദേഹത്തിൻ്റെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, AP നാസർ സാഹിബിന് എല്ലാവർക്കും അറിയാവുന്ന, പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹദിക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഖബറിടം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്നും അല്ലാഹുവിലേക്ക് യാത്രയായി പോയ എല്ലാ ആളുകൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ഖബറിടം പൂന്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم انصر المسلمين في غزة يا الله، واشف مرضاهم وجرحاهم يا الله، وأطعمهم طعاما لذيذا وأشربهم ماء طهورا. اللهم حيدر المسجد الأقصى من أيدي اليهود الفاشيين. اللهم دمر اليهود الفاشيين الصهيونيين. اللهم دمر سلطنة أمريكا يا الله. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.